അതിരപ്പള്ളിയിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ കൊമ്പനെ ഇപ്പോൾ ലോറിയിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അല്പസമയം മുമ്പാണ് മയക്കത്തിൽ നിന്ന് ആനയെ കുങ്കിയ ആനകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ഉയർത്തിയത്. ഈ ലോറിയിൽ കയറ്റി കോട്ടനാട്ടെ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലേക്കാണ് ദൗത്യസംഘം കടക്കുന്നത്. മയക്കുവെടി ഏറ്റ ഉടനെ തന്നെ മയങ്ങി വീണതിനാൽ പ്രതിസന്ധിയിലാകുമോ ദൗത്യം എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അല്പസമയം മുമ്പ് കൊമ്പനെ ഉയർത്തി എഴുന്നേൽപ്പിച്ചു. ഇപ്പോൾ ലോറിയിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നു. അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, അവിടെ എന്തുവരെയായി കാര്യങ്ങൾ? ആനയെ പൂർണ്ണമായും കൂടിനകത്തേക്ക് കയറ്റിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ചുവാണ് അതിന് കൃത്യമായ നേതൃത്വം നൽകിയത്. പുറകിൽ നിന്നും ആദ്യഘട്ടം മുതൽ തന്നെ കുഞ്ചുവാണ് ആനയെ ഇടിച്ച് ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ കൂടിയുള്ളിലേക്ക് ആനയെ കുഞ്ചു പ്രസ് ചെയ്ത് നിർത്തുന്ന ഒരു ദൃശ്യങ്ങളാണ്. അത് ആന ഉള്ളിലേക്ക് പൂർണ്ണമായും കയറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ ശുഭകരമായ ഒരു വാർത്ത. ആനയെ അല്പസമയം മുമ്പാണ് കുങ്കിയാനകളുടെ സഹായത്തോടെ ഇറക്കിയത്. ആന ഇപ്പോഴും പ്രതിരോധമുണ്ട്, അതായത് തിരികെ പുറകിലേക്ക് വരാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ പുറകിലേക്ക് പിന്നിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ചുവിന് ഉപയോഗിച്ച ആനയെ അതിനുള്ളിൽ പ്രസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ അരിക്കൊമ്പനെയൊക്കെ പിടിക്കാൻ തയ്യാറെടുത്ത കോന്നി സുരേന്ദ്രനും കുഞ്ചുവും നിന്നായിരുന്നു ഈ വശങ്ങളിൽ നിന്ന് ഇടിച്ചു കയറ്റിയത്. പിന്നീട് പൂർണ്ണമായും ഒറ്റയ്ക്ക് തന്നെ ഈ ആനയെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ആനയെ കൂടിനകത്തേക്ക് ഇടിച്ച് കയറ്റുകയുണ്ടായത്. ഇപ്പോൾ എന്തായാലും കൂടിനകത്തേക്ക് ആനയെ കയറ്റിയിട്ടുള്ളതിന് പുറകിൽ നിന്നും ഈ അഴികൾ ഉപയോഗിച്ചുകൊണ്ട് ലോക്ക് ചെയ്യുന്ന ഒരു നടപടിയാണ്. ഇടയ്ക്കിടയ്ക്ക്, അതായത് ഈ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ പോലും ആ പാതി മയക്കത്തിൽ പോലും ആന അതിലൊരു പ്രതിരോധം തീർത്തിരുന്നു. ആന ഇടിക്കുമ്പോൾ പുറകിലേക്ക്, അതായത് ഓരോ തവണ മുൻപിലേക്ക് പ്രസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പുറകിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു 2, 3, 4 തവണ ആനയെ ഉള്ളിലേക്ക് തന്നെ പ്രസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ എന്തായാലും കുഞ്ചു അതിനുള്ളിലേക്ക് ആനയെ പ്രസ് ചെയ്ത് നിർത്തുന്നത് കുറച്ചുകൂടി ഉള്ളിലേക്ക് ഒരു അല്പം കൂടി ഉള്ളിലേക്ക് ആനയെ കയറ്റി നിർത്തിയ ശേഷം ഏറ്റവും പുറകിലെ അഴികൾ അത് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവിടെ നടത്തുമ്പോൾ അതിനായിട്ട് ആനയെ കുറച്ചുകൂടി മുൻപിലേക്ക് ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് നിർത്തുന്ന ആ ഒരു നടപടി, ആ ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ദൗത്യം അതിന്റെ വിജയത്തിലേക്ക്, അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഏറെ ആശങ്കകളും ഒരുപാട് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും ഒക്കെ തന്നെ സംഭവിച്ചൊരു മണിക്കൂറായിരുന്നു. കാരണം ഏറ്റുമുതൽ കടമ്പതി എന്ന് പറയുന്ന ആന അതിന്റെ ഒരു സൗദം കൊടുത്തു. ആ ഒരു സമയത്താണ് ആന തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഒരു ചെറിയ രീതിയിൽ ആനയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മയക്കത്തിൽ നിന്ന് ഉണർത്താൻ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. ആ ശ്രമം നടത്തുന്നതിനിടയിലാണ് ആന ചെരിഞ്ഞ് സൈഡിലേക്ക് വീഴുന്നത്. കാരണം ആന മയക്കത്തിലേക്ക് അപ്പുറത്തും സെഡേഷനിലേക്ക് എത്തിയിരുന്നു. ആദ്യം മയക്കൊടി വെച്ചിൽ നിന്നും കുറച്ച് മുകളിലേക്ക് വന്നതിന് ശേഷമാണ് ആന സെഡേഷനിലേക്ക് പോയത്. പിന്നീട് ആന മയക്കത്തിലേക്ക് വീണ ആന ഏറെ നേരം അതിനുള്ള ചികിത്സയൊക്കെ വനവകുപ്പ് നൽകി. ഇപ്പോൾ കോന്നി സുരേന്ദ്രനാണ് അവർ ശ്രമം നടത്തുന്നത്. അതായത് കുഞ്ചു പിന്മാറിയിരിക്കുന്നു. അപ്പോൾ കോന്നി സുരേന്ദ്രൻ അതിലേക്ക് കയറിയിട്ട് ആനയെ കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറ്റി നിർത്താനുള്ള ശ്രമം കോന്നി സുരേന്ദ്രൻ നടത്തുകയാണെന്നുള്ളത് നമുക്കറിയാം. അരിക്കൊമ്പ വിഷയിലടക്കം വലിയ ദൗത്യം വഹിച്ചിട്ടുള്ള മുന്നിൽ നിന്നിട്ടുള്ള ആനയാണ് കോന്നി സുരേന്ദ്രൻ. ഇതിന്റെ കുങ്കികളൊക്കെ തന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുങ്കികളാണ്. അപ്പോൾ കുങ്കികൾ ഉപയോഗിച്ചത്, അതായത് അല്പം കൂടി ആന കുറച്ചുകൂടി മുൻപിലേക്ക് കയറിയാലാണ് അതിന്റെ കൂടടയ്ക്കാൻ സാധിക്കുക. അതിനുള്ളൊരു ശ്രമം വനവകുപ്പിന്റെ ഭാഗത്ത് കൃത്യമായിട്ടുണ്ടാകുന്നു. ആദ്യം കുഞ്ചുവാണ് നടത്തിയെങ്കിൽ കുഞ്ചു ശ്രമത്തിൽ നിന്നും പിന്മാറി ഇപ്പോൾ കോന്നി സുരേന്ദ്രൻ തന്നെ എത്തിയിരിക്കുന്നു. അതിനെ ഉള്ളിലേക്ക് കയറ്റാനുള്ളതാണ്. എന്തായാലും പ്രാഥമികമായി നൽകേണ്ട ചികിത്സകളൊക്കെ തന്നെ വനവകുപ്പ് നൽകി. ആനയ്ക്ക് ആ ഒരു ക്ഷീണം അകറ്റാൻ വേണ്ടി ഗ്ലൂക്കോസ് അടക്കം നൽകിയതിനു ശേഷമാണ് ഈ ലോറി മുകളിലേക്ക് എത്തിക്കുകയും, അതായത് ഈ പ്ലാറ്റ്ഫോം പഠിച്ചതിന് ശേഷവും ഒരു 10-15 മിനിറ്റ് നേരം ആനയ്ക്ക് ഗ്ലൂക്കോസ് നൽകിയതിന് മറ്റുമായൊക്കെ തന്നെ സമയം വനവകുപ്പ് കണ്ടെത്തി. അതിനുശേഷമാണ് പിന്നീട് ഈ ആനയെ ലോറി മുകളിലേക്ക് കയറ്റിയത്. പിന്നീട് ഇപ്പോൾ ആ കൂട്ടിലേക്ക് എത്തിച്ചു. ഒരു 5-6 മിനിറ്റ് നേരത്തെ കുങ്കിയാനകളെ ഉപയോഗിച്ച് അതിനെ തട്ടിയും തലോടിയും ഒക്കെ ഉണർത്താനുള്ള ശ്രമം നടത്തി. ആ ശ്രമം ഫലം കണ്ടു. അതോടുകൂടി തന്നെ ആന ഉണർന്നെഴുന്നേറ്റു. ആ ഉണർന്നെഴുന്നേറ്റ് കുറച്ച് സമയം, അതായത് ആന ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതിനുവേണ്ടി ആനയെ കുറച്ചു നേരം ഒന്ന് അതിന്റെ ഒരു സ്റ്റേബിൾ നിലയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു. അതിന് പിന്നാലെ തന്നെ വലതുവശത്ത് കോന്നി സുരേന്ദ്രനും ഉയർന്ന വിക്രവും പുറകിൽ നിന്ന് കുഞ്ചു നേതൃത്വം നൽകിക്കൊണ്ട് ആനയെ പതിയെ തള്ളി ഉള്ളിലേക്ക് കയറ്റി. ആ കൂടിന് അടുത്ത്, അതായത് ആംബുലൻസിൽ അടുത്തേക്ക് തൊട്ടടുത്ത് എത്തിയ സമയത്ത് ആന തുടർച്ചയായി പുറകിലേക്ക്, അതായത് ഓരോ തവണ ഉള്ളിലേക്ക് തള്ളുമ്പോഴും അതേപോലെ തന്നെ പുറകിലേക്ക് വന്ന് ഒരു എതിർപ്പ് ഒക്കെ ആന കാണിച്ചിരുന്നു. എന്നാൽ അതിലെല്ലാം തന്നെ പക്ഷേ എക്സ്പീരിയൻസ് ആയ കുങ്കികൾക്കൊക്കെ ഒരു പക്ഷേ പാതി മയക്കത്തിലുള്ള ആനയാണ്. ഒരു പരിധി കൂടുതൽ ആനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. കുഞ്ചു ഇടിച്ച് കയറ്റി ഏറ്റവും അവസാനം കോന്നി സുരേന്ദ്രൻ എത്തി അതിനെ ആ ഉള്ളിലേക്ക് സ്റ്റാബ് ചെയ്ത് നിർത്തി. അതോടുകൂടി തന്നെ ഇപ്പോൾ പുറകിലേക്ക്, അതായത് ഏറ്റവും ബാക്കിലായിട്ടുള്ള അഴികൾ വനംവകുപ്പ് ഇട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 കുങ്കികളും പിന്മാറിയിരിക്കുന്നു. അവരവരുടെ ദൗത്യം വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കി. 3 കുങ്കികളും വെല്ലിലേക്ക് മടങ്ങി. ഈ ആന മയങ്ങി വീണതിന് പിന്നാലെ ഈ പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ അരുൺ സക്രയും സംഘവും. ഇനിയിപ്പോൾ നേരെ കോടനാട്ടെ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരിക്കുമോ ചെയ്യുക?
തീർച്ചയായും അല്പസമയത്തിനകം തന്നെ ലോറി ഇവിടെ നിന്നും പുറപ്പെടും. കാരണം കുങ്കികൾ 3 കുങ്കികൾ പിന്മാറി പുറകിലേക്ക് മാറിയിരിക്കുന്നു. അതായത് അവരുടെ ദൗത്യം അവർ വളരെ കൃത്യമായി തന്നെ നിർവഹിച്ചു. അവരുടെ ദൗത്യം ആനയെ ഈ കൂടിനകത്തേക്ക് ഉണർത്തി വീട് കഴിഞ്ഞപ്പോൾ വീണ ആനയെ എഴുന്നേൽപ്പിക്കുക, അതിനുശേഷം ആനയെ ആ ആംബുലൻസിലേക്ക് കയറ്റുക, ആ ദൗത്യം അവർ നിർവഹിച്ചു. അതിനുശേഷം കുങ്കികൾ ഇപ്പോൾ പിന്മാറുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ആന കൂടിനുള്ളിലുണ്ട്. അതിന്റെ ആ കൂട് ബാക്കിലെ അഴികൾ ഇതിനോടകം തന്നെ ഇടുകയും ചെയ്തു. ഇപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് മുറുക്കുന്ന ഒരു നടപടിക്രമമാണ് നടത്തുന്നത്. സാധാരണ ആനകളെ കൊണ്ടുപോകുന്ന പോലെയുള്ള ഒരു ആംബുലൻസ് അല്ല, അല്ലെങ്കിൽ അതിലുള്ള കൂടുകളല്ല ഉണ്ടാകുന്ന. കുറച്ചുകൂടി അഴികൾക്ക് ബലം നൽകി കൂടുതൽ അഴികൾ സ്ഥാപിച്ചുകൊണ്ടുള്ള കൂടാണ്. അപ്പോൾ അതിൽ അഴികൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ആംബുലൻസ് ആനയും വെച്ചുകൊണ്ടുള്ള ലോറി ആംബുലൻസ് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും പുറപ്പെടും. പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ 1 മണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ ആനയെ കോടനാടേക്ക് എത്തിക്കും. ഒരുപക്ഷെ അതിനിടയിൽ ആനയ്ക്ക് കുറച്ചുകൂടി മയക്കം തെളിയുകയാണെങ്കിൽ ഒരു ബൂസ്റ്റർ ഡോസ് കൂടി നൽകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആനയുമായി ഇപ്പോൾ തന്നെ ഈ സംഘം ഇവിടെ നിന്നും പുറപ്പെടും. പിന്നീട് ഒരു 3/4 മണിക്കൂറിനുള്ളിൽ 1 മണിക്കൂറിന് താഴെ സമയത്തിനുള്ളിൽ തന്നെ കോടനാടേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അവിടെ കൂടൊക്കെ ഇതിനോടകം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ഈ കുങ്കികൾ പിന്മാറിയതിന്റെ മറ്റൊരു കാര്യം കൂടിയിട്ട് അവിടേക്ക് എത്തുമ്പോൾ അവിടെയും ഇവരുടെ ഒരു സഹായമൊക്കെ ആവശ്യമുണ്ട്. ഈ ആനയെ കൂട്ടിലേക്ക് കയറ്റുന്നതിൽ അവിടെ കൂടിനുള്ളിൽ കൊണ്ടുപോകുന്നതിലും കുങ്കികളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വനംവകുപ്പ് ഇപ്പോൾ മറ്റേ പ്രധാനമായും നയിച്ച സുരേന്ദ്രനും അതുപോലെ കുഞ്ചുവും മാറിയത്. വിക്രം ഇപ്പോഴും അവിടെ തുടരുന്നു. വിക്രം ഈ ആനയെ അതായത് നിർത്തിയ ആ ലോറിക്ക് പുറകിലെത്തുന്നു. മറ്റ് 2 കുങ്കികളാണ് ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നത്. അവർ അവിടേക്ക് ഒരുപക്ഷെ ഈ കോടനാടേക്ക് അവർ കൂടി എത്തേണ്ടതുണ്ട് എന്നൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. കാരണം ഈ കുങ്കികളുടെ സഹായമുണ്ടെങ്കിലാണ് ഇനി കൂട്ടിലേക്ക് ആനയെ കയറ്റാൻ കഴിയൂ. അപ്പോൾ സ്വാഭാവികമായും അവർ അതിനിടയ്ക്ക് ഒരുപക്ഷെ പിന്മാറി. എന്തായാലും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ എവിടെ നിന്നും പുറപ്പെടും. ഒരുപക്ഷെ ചിലപ്പോൾ കുങ്കികളില്ലാതെ കയറ്റാനുള്ള ശ്രമം ഉണ്ടോ എന്ന് നമുക്കറിയാം. എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ കൂട്ടിലേക്ക് കയറ്റാൻ കുങ്കികളുടെ ആവശ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഇനി കുറച്ച് സമയം, അതായത് ഇനി അധിക സമയമൊന്നും ഇവിടെ ഈ ലോറി ആംബുലൻസ്, ഈ പരിക്കേറ്റ ആനയെ കയറ്റിയുള്ള ആംബുലൻസ് ഇവിടെ നിലയുറപ്പിക്കില്ല. അത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും നീങ്ങും. അത് മൂവ് ചെയ്യും. അത് ഇവിടെ നിന്ന് പോകും. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിൽ താഴെയുള്ള സമയത്തിനുള്ളിൽ തന്നെ അത് ഇവിടേക്ക് എത്തും. നമ്മൾ കണ്ടതാണ് അവൻ്റെ ഒരു പോരാട്ട വീര്യം. അതായത് അവശനായിരുന്നു, പക്ഷേ മുറിവേറ്റിരുന്നൊരു ക്ഷീണമുണ്ട്. മയങ്ങി നിലത്ത് മറ്റൊരു സഹായം ലഭിക്കാൻ ഒരു കൂടെയുള്ള മറ്റേ ഏഴാറ്റുമുഖ ഗണപതി അതിനെ ഒന്ന് സഹായിക്കാൻ ശ്രമിച്ചു. അതിനെ കാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ വീണയിൽ നിന്നും പക്ഷേ ഉയർത്തെഴുന്നിട്ട് പോലും ഈ എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള 2 കുങ്കികൾ ആ ആനയെ ഒന്ന് ഉന്തിക്കയറ്റാൻ ശ്രമിച്ചിട്ടും ആ ആന അതിൻ്റെ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു എതിർപ്പ് കാണിച്ചിരുന്നു. അപ്പോൾ മുൻപിലേക്ക് കയറി പിന്നിലേക്ക് വരുന്നു. അപ്പോൾ അവനെ വലിയ അവശത അല്ലെങ്കിൽ മയക്കുടി നൽകിയത് വലിയ ആശങ്കപ്പെടേണ്ട ഒരു ആരോഗ്യസ്ഥിതി, മോശമായ അവസ്ഥയിൽ ഇല്ല എന്ന് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ കരുതാം. അതുകൊണ്ട് തന്നെയാണ് ആന ഒരു തിരിച്ച് പുറകിലേക്ക് ഒരു എതിർപ്പും അവൻ്റെതായ ഒരു പുറകിലേക്ക് വരുന്ന ഒരു രീതി, ഒരു എതിർപ്പ് അല്ലെങ്കിൽ കൂട്ടിലേക്ക് കയറാനുള്ള ഒരു വിസമ്മതം ആന കാണിച്ചതുമൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. എന്തായാലും ഈ RRT സംഘങ്ങൾ, ദൗത്യ സംഘങ്ങളൊക്കെ തന്നെ ഓരോരുത്തരായി വാഹനത്തിലേക്ക് കയറി പോകുന്നു. ഡോക്ടർ അരുൺ സക്രി നേതൃത്വ സംഘം ഇവിടെ നിന്നും ഇപ്പോൾ നീങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നാലെ തന്നെ ഈ ആനയും കൊണ്ടുള്ള വാഹനം, ഈ ആംബുലൻസും പോകും. എന്തായാലും അതിനുള്ളൊരു കാത്തിരിപ്പാണ്. ഇനി അതായത് ഈ കൂടിൻ്റെ ചില ഒരുക്കങ്ങളും ലോക്കുകളിലെ ചില ബലപ്പെടുത്തലുകളും മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകും. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ, അതായത് മയക്കുവെടിയേറ്റ ശേഷം ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇതിനെ ഉയർത്തി ലോറിയിലേക്ക് കയറ്റുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അതെല്ലാം പൂർത്തിയായിരിക്കുകയാണ്.